എവിടെ ഇത്? അതെ, എന്റെ അണ്ണാനെ കണ്ടായിരുന്നോ? ഞാൻ എന്താ ചോദിക്കണേ? എന്റെ ചേട്ടനെ കണ്ടായിരുന്നോ? എന്റെ കെട്ടിയോൻ കണ്ടില്ലല്ലേ? കാണത്തില്ല. ഞാനേ നോക്കിയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഇനി നിങ്ങൾ നോക്കിയിട്ട്. അയ്യോ, ഇതുപോലെ ഒരു മടിയൻ ഭർത്താവ് എനിക്ക് മാത്രമേ കെട്ടിക്കാണുള്ളൂ. കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞങ്ങളെ താലികെട്ട സമയത്ത് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ കുനിയാൻ മടിച്ചിട്ട് അടുത്ത് നിന്ന പോറ്റീരടുത്ത് പറയോ, അടിപിടിച്ച ഭർത്താവ് എനിക്ക് മാത്രമല്ലേ കാണുള്ളൂ അല്ലേ? രാവിലെ ഇറങ്ങും ജോലിയൊന്നും പറഞ്ഞോണ്ട് ഇവിടെ ഈ ജമന്തി തോട്ടത്തിൽ വന്നിട്ട് എന്തോ കാണിക്കണമെന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നപ്പോ ഇവിടെ ഇരുന്നോണ്ട് ജയന്തിക്ക് വളയിട്ട് കൊടുത്തോണ്ടിരിക്കും. അറിയാമോ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അറിയാമോ ചേച്ചി? എന്തോ ഒരു ഭംഗിയ എല്ലാരെയും കാണാൻ. എന്റെ വിധി. നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ പഠിച്ച ആൾക്കാരല്ലേ? എനിക്ക് വയ്യ. ഞാൻ ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏത് നിലയിലെത്തിയാനായിരുന്നു. ഇപ്പൊ ഞാൻ ജമന്തി തോട്ടത്തിൽ കിടന്നിട്ട് ജമന്തി പറിക്കണോ, അതേ വളയിടണോ, അതേ ജമന്തി പറിക്കണോ, ഇങ്ങനത്തെ അവസ്ഥയായി. ഈ മനുഷ്യന് കാണാനുമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാല് എന്റെ ചേട്ടൻ പാവട്ടോ, സത്യം. രാത്രിയാവുമ്പോ എന്റെ അടുത്ത് വന്നിരിക്കും, എന്നിട്ട് എന്നെ പാട്ട് പാടി അങ്ങ് ഉറക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പാട്ട് പാടി ഉറക്കണത് എന്റെ അടുത്ത് സ്നേഹം കൊണ്ടാണെന്ന്. അല്ല, ഞാൻ ഉറങ്ങണ നേരത്ത് കണ്ടവളുമാർക്ക് മെസ്സേജ് അയക്കാനാണ് എന്നെ ഉറക്കണത്. അതറിയോ നിങ്ങൾക്ക്? സഹിക്കൂല ഞാൻ, വിട്ടുകൊടുക്കൂല ഞാൻ ഈ മനുഷ്യനെ. ഞാൻ അണ്ണാ അണ്ണാ അവള് പോയിട്ട് വിളിക്കാം. അവള് പോയിട്ട് വിളിക്കാം. ജോലി എന്നെ അടക്കണം, ഡിസ്റ്റർബ് ചെയ്യില്ല, എനിക്ക് ഇഷ്ടമില്ല. ഒന്ന് നിർത്താവോ? അതൊന്നിങ്ങ തന്നെ കളകണ്ടില്ലേ? കണ്ടോ, ഈ തുമ്പില്ലാത്ത വടി കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കിളക്കണത്. അത് സംഭവത്തിനെന്നറിയാ, ഈ കിളക്കണേന്റെ ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ട് ഇതിന്റെ ഫ്രണ്ടിലുള്ള തുമ്പിലുള്ള സാധനം ഉണ്ടല്ലോ, അത് ഊരി തെറിച്ചത് ഞാൻ അറിഞ്ഞില്ല. എന്റെ പൊന്നു ദൈവമേ, പറഞ്ഞു നിക്ക ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ എന്തിനു കിടന്ന് വിളിച്ചേ? ഇത്രയും നേരം വിളിച്ചിട്ട് നിങ്ങൾ കേട്ടോ? ഞാൻ മനഃപൂർവ്വം വരാത്ത തന്നെ. കൊണ്ട് പോയത് മലപ്പുറത്ത്. പറഞ്ഞില്ലേ ജയന്തിക്ക് വളമിട്ട് കൊടുത്തത്? നിന്റെ വായെന്നാടേടി നീ എന്തോന്ന് പറഞ്ഞോണ്ട് വരുന്നത്? നിങ്ങളിപ്പോ മലപ്പുറത്ത് ഏവളയും കൊണ്ട് പോണത് എനിക്കറിയണം. ഞാൻ മലപ്പുറത്ത് പോയെന്നല്ല പറഞ്ഞത്, മനഃപൂർവ്വം വരാത്തെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, രാവിലെ മുതൽ ആ ലോൺ ആരെങ്കിലും കിടന്ന് വിളിച്ചോണ്ടിരിക്കുവാണെന്ന്. എടുക്കാനല്ല, എടുത്തത് തിരിച്ചടയ്ക്കാൻ. എങ്ങോട്ട് പോയി അടക്കി. ഇനി ഇതാണ് ഇഷ്ടമില്ലാത്ത കാര്യം എന്നറിയാ, ലോൺ തരും, നമ്മൾ തിരിച്ചടക്കണം. എന്ത് എവിടുത്തെ നിയമമാണ്? അത് എവിടുത്തെ നിയമമാണ് ലോൺ തിരിച്ചടക്കണമെന്ന് പറഞ്ഞാൽ? ഞാൻ ഒരു കാര്യം പറയാം, കല്യാണത്തിന് മുമ്പ് ലോൺ എന്നുള്ളൊരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ സത്യമായിട്ടും കെട്ടിയതിന് ശേഷം ലോണായി, കടവായി, ബാധ്യതയായി, കല്യാണത്തിന് മുമ്പ് സുഖിച്ച് സന്തോഷിച്ച് നടന്നവനാണ് ഞാൻ. കല്യാണത്തോടുകൂടി തീർന്നു, എല്ലാം തീർന്നു. ഞാൻ സുഖിച്ചിട്ടുമില്ല, ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല. അറിയാ, ഇങ്ങനെ പാഴ്ത്തടിയെ പോലെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ. അണ്ണനിപ്പോ എന്തോ വേണം? സൂയിക്കണോ? എനിക്ക് മരണം വരെ സുഖിച്ച് ജീവിക്കണം. ഞാൻ അണ്ണനെ സൂയിപ്പിക്കാം. ഞാൻ അണ്ണനെ സൂയിപ്പിക്കാന്ന്. എന്നെ സൂയിപ്പിച്ചാ? എന്നെ സൂയിപ്പിച്ചെടുക്കട്ടെ? സൂക്ഷിച്ച് ജീവിക്കട്ടെ. സൂക്ഷിക്കണം. എങ്ങനെയെങ്കിലും സൂയിപ്പിച്ചതാ. എന്തോ രസോടി, എന്തോ സാധനം ഇതൊക്കെ? എന്തോ സാധനം? അതോ, നിങ്ങളെ സൂയിപ്പിക്കാനുള്ള നല്ല ചൊറിയണം. ചൊറിയണം. തേച്ചതാ? ചൊറിഞ്ഞു വരണുണ്ട് കേട്ടോ എനിക്ക്. എന്നോട് ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ. അങ്ങനെ ചൊറിയണല്ല, എനിക്ക് നന്നായിട്ട് ചൊറിഞ്ഞു വരണുണ്ട്. സുഖിപ്പിക്കണോ അല്ലേ? സുഖം കൂടുതൽ വേണോ അല്ലേ? 75 കിലോയുള്ള ഞാൻ 1 മിനിറ്റ് കൊണ്ടാണ് 80 കിലോ ആയത്. അറിയാമോ? അതെങ്ങനെ? എങ്ങനെയെന്നാ? ചൊറിഞ്ഞ് നീര് വെച്ച് കയറിയല്ലേ ഇങ്ങോട്ട്. ഇത് ചോദിച്ചില്ലേ ശരിയാവില്ല. നീ എന്നെ മാത്രമല്ല, നീ ആണുങ്ങളെ ഒന്നടങ്കോണ് നീ നടം കെടുത്തിയത്. വെച്ച് ഭർത്താവിന്റെ ദേഹത്ത്. എന്റെ നേരെ എന്റെ ദേഹത്തെങ്ങാണം തൊട്ട അടിക്കും. ഞാൻ കുടം വെച്ച് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ഉറങ്ങും നിങ്ങൾ. അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ഉറങ്ങും നിങ്ങൾ.
അടിക്കും ദൈവമേ. ചെറിയൊരു സംശയം ചോദിക്കട്ടെ. എന്തോ? നീയാണോ എന്നെ അടിച്ചത്, ഞാനാണോ നിന്നെ അടിച്ചത്? ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാണ്. അമ്മ നീ എന്നെ അടിച്ചല്ലേടി? അടിക്കും. എന്നെ അടിച്ച നിന്റെ കയ്യ ഞാൻ ചവിട്ടി ഓടിച്ചു. ഓരോ വിരൽ ഈ കുടത്തിനകത്തിട്ട് അയ്യോ, എന്താണത്? അളിയ രാവിലെ കുഴിച്ചപ്പോ കിട്ടിയ കുടമാണ്. കിട്ടിയപ്പോ കുടത്തിനകത്ത് ഒന്നുമില്ലായിരുന്നു. ഒരടി കൊണ്ടപ്പോ താഴെ 10,000 രൂപ കയറിയിരിക്കുന്നു. അത്ഭുത കുടം. നീ അടിക്കുമല്ലോടി തന്നെ? അടിക്കുമല്ലോടി? അടിച്ച അടിച്ച 20,000 രൂപ. 20,000 രൂപ കയറി. ദൈവമേ, അത്ഭുത കുടം തന്നെ, അത്ഭുത കുടം തന്നെ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്ഭുത കുടം തന്നെ. ഒരടി അടിയടി. ഒരടി, ഒരു നാണമില്ല, ഒരു മാനമില്ല. ചോദിക്കുകയാണ്, യാചിക്കല്ലേ? അളിയാ 30,000 രൂപ. എന്റെ അമ്മ സത്യം. അയ്യോ അമ്മ, അടിയടി അടിയടി. ചോണയുള്ള അച്ഛന്റെ മോളാണെങ്കിൽ അടിയടി 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 അടി ഇങ്ങോട്ട്. അടി എന്നെ പ്രലോഭിപ്പിക്കരുത്. നീ അടി ഇങ്ങോട്ട്. അയ്യോ, പൈസ കയറിക്കൊണ്ടിരിക്കുന്നു. എടീ, ഇതെന്താണെന്നറിയാമോ? കുടം. വെറും കുടമല്ല, രാവിലെ കിളച്ചപ്പ കിട്ടിയതാണ്. ഈ കുടം തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഈ കുടത്തിനകത്ത് ഒന്നുമില്ലായിരുന്നു. നീ ആദ്യം ഒരടി എന്നെ അടിച്ചില്ലേ, 10,000 ഇതിനകത്ത് വീണ്. രണ്ടാമത്തെ അടി അടിച്ചില്ലേ, വീണ്ടും 10,000 ഇതിനകത്ത് വീണ്. മൂന്നാം നിന്നെ കൊണ്ട് ടെസ്റ്റ് ഡോസ് ഞാൻ ഒരു അടി അടിപ്പിച്ചില്ലേ, അപ്പോഴും 10,000 വീണ്. വിശ്വസിക്കടി, ഞാൻ കാണിച്ചു തരാം. ഇത് സാധാരണ കുടമല്ല ചെമ്പകവല്ലി, അത്ഭുത കുടമാണ്. അത്ഭുത കുടം. ചെമ്പകം മനസ്സിലായ? എഴി അങ്ങോട്ട്. കുടത്തിന്റെ മനസ്സിലായ? ഇപ്പൊ പിടി കിട്ടിയാ? കണ്ടാ? ഒരടി അടി 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 ആടി. വിളക്ക വിളക്ക അടി. ദൈവമേ, കാരണം വീട്ടിൽ കയറി ഒരു ഇടി 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 ഇടി. അയ്യോ, പണം കൊണ്ട് കയറണേ. നിന്ന് കൊള്ളാട്ടാ, ഞാൻ അടിച്ചു. ആഹാ, ചേട്ടല്ല ചേട്ടാ, നിന്നെ കൊള്ളന്ന്. പൊന്നു ചേട്ടാ, എനിക്ക് എന്തോരാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? ആഗ്രഹമാണ് പറ. ഇനി എനിക്ക് എല്ലാം സാധിച്ചു കിട്ടും. അയ്യോ, എനിക്ക് വയ്യ ചേട്ടാ. ഓടുകളല്ലേ വന്ന് മറിയാൻ പോണത്. അയ്യോ, എനിക്ക് വയ്യേ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഒരു ചെറിയ അടിയും കൂടെ. അത് മാത്രമല്ല, അടിപ്പെടുന്നതിന് പിന്നെ എന്റെ ആഗ്രഹങ്ങൾ. ചേട്ടാ, എനിക്ക് സ്വർണം നിറച്ചിടണം. എന്റെ കാല് മുതൽ എന്റെ തല വരെ സ്വർണം നിറച്ചിട്ട് ഈ നാട്ടുകാർ കാണത്തക്ക രീതിയിൽ എനിക്ക് ഇങ്ങനെ നടക്കണം. നീ ഒരു കാര്യം ചെയ്യണം. ഇന്നത്തെ എന്തായാലും അടി മതി. മാക്സിമം വാങ്ങിച്ച് കെട്ടി ഞാൻ. ഇനിയിപ്പോ നമുക്ക് നാളെ രാവിലെ അടിച്ച് കുറെ പൈസ ഉണ്ടാക്കിയാലോ? അത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. ഇനിയും വേണം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ അടിച്ച് ഈ പണം ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോ നമ്മളുടെ ഒരു കഷ്ടകാലത്തിന് 24 മണിക്കൂർ വാലിഡിറ്റി ഉള്ളെങ്കിൽ ചിലപ്പോ എന്താ അറിയാ, ദൈവം നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഇത് ഇട്ട് തന്നത്. അപ്പൊ നമ്മൾ ഇനി നാളെ മറ്റന്നാളെന്നൊക്കെ പറയുമ്പോ ദൈവത്തിന്റെ ഗുണം കൊണ്ട് മാറിയാലോ. അപ്പൊ അതുകൊണ്ട് വെളുക്ക കിടന്ന് അടിച്ചോ. അടിയങ്ങോട്ട്. അമ്മ അമ്മ, അയ്യോ മതി 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 മതി. പൈസ കൊണ്ട് കയറണടി. ഒരു 5-6 അടിയും കൂടെ അടി പെട്ടെന്ന്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഗ്യാപ്പ്, ശ്വാസം വിടാൻ വേണ്ടിട്ട്. ഇല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നേരം കൊണ്ട് അടിച്ചു നിന്നിട്ട് എന്റെ കൈ നല്ല വേദനിക്കുന്നു. വെച്ച് കെട്ടി അടിയടി നോക്കണ്ടിരിക്കാതെ. വെച്ച് കെട്ടി അടിക്കുള്ളൂ, കൈ പയ്യ മനുഷ്യൻ. എനിക്ക് ഇപ്പൊ എന്തോ ഈ നേരം വിളിക്കുമ്പോ ഇതിന്റെ അത്ഭുത സെറ്റ് പോയാലോ? ഒരു കാര്യം ചെയ്യും, ഒറ്റ വഴിയുണ്ട്. ഞാൻ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാ എന്നെ ചന്ന പിന്നെ നാട്ടുകാർ അടിക്കണം, അത്രേ ഉള്ളൂ. അതിപ്പോ പുത്തരി ഒന്നല്ലല്ലോ, എപ്പോ ഇറങ്ങിയാലും നാട്ടുകാരെടുത്തിട്ട് അടിക്കല്ലേ. അതല്ല പറഞ്ഞത്, ഇത് ലീക്ക് ഔട്ട് ആവൂലേ. അതുകൊണ്ട് നമ്മളിലുള്ള ഒരാള് എന്നെ കണ്ടാൽ അപ്പോഴടിക്കണം. ചേട്ടൻ അങ്ങനെ താരുണ്ട്. അപ്പൊ അടിക്കണം.
ആരുണ്ട്? ഇത് ലീക്ക് ഔട്ട് ആവാനും പാടില്ല. എന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴും ചൊറിയണം പുള്ളിക്ക്. അങ്ങനെ ഒറ്റ ഒരാളെ ഉള്ളൂ, പറ. എന്റെ അനിയ സൂര്യൻ. അവനല്ലെങ്കിലും പണ്ടേ എന്നെ കാണുമ്പോഴേ ചൊറിഞ്ഞോണ്ട് വരും. നിന്നെ വിളിച്ചോണ്ട് പോയപ്പോ ഒളിഞ്ഞിരുന്ന് എറിഞ്ഞാണ് എന്നെ. എന്റെ പൊന്ന് ചേട്ടാ, അവൻ വന്ന 10 അടി ഉറപ്പാണോ? ഇത്രയും ദൂരെ 10-25 കിലോമീറ്റർ ദൂരെ എന്ന് പറഞ്ഞാൽ ഒരു 10-40 അടി അടിക്കാൻ പറയണി ഉറപ്പാണോ? ഞാൻ മേടിച്ചേരാ, നിങ്ങൾ വിഷമിക്കണ്ട. വിളിയടി ചെറുക്കൻ അങ്ങോട്ട് വിളി. സ്പീക്കർ ഇട്. വേണോ? അളിയന്റെ സൗണ്ട് ആദ്യമായിട്ട് കേൾക്കാൻ പോവുകയാണ്. സ്പീക്കർ ഇട്. ഹലോ, എന്തിനടി വിളിച്ചത്? എന്ത് കാര്യത്തിനടി വിളിച്ചത്? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി ചിമ്പാൻസി കണക്ക് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. ആ ഒട്ടാമറങ്ങന്റെ മുഖമുള്ള ഉണ്ടാടി അവിടെ. ആ കൊരങ്ങന്റെ മുഖമുള്ള അവന്റെ കൂടെ ഇറങ്ങി പോയിട്ട് അവള് വിളിച്ചേക്കണ അവള് മക്കളെ, കുക്കളെ കുക്കളെ അവിടെ മക്കളെ. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേടാ ചേച്ചിയുടെ അടുത്ത്. ദേ, ഞാൻ അങ്ങോട്ട് ലൊക്കേഷൻ അയക്കുന്നുണ്ട്, നീ ഒന്നും അങ്ങോട്ട് പറയണ്ട. പെട്ടെന്ന് നിങ്ങൾ പോരെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന്. ഉണ്ടോ? ആ, ഉണ്ട്. എങ്കിൽ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ആ, ശരി. അവന്റെ സംസാരം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചൊറിഞ്ഞോണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് കോടീശ്വരന്മാരാണ്. കോടീശ്വരന്മാരായ പോരെ. എന്ത് ചെറ്റപ്പണിക്ക് ഞാൻ കൂടെ പിന്നെ അവയും താവൂക്കും കല്ലൊക്കെ പിടിച്ചത് സ്ട്രോങ് കൈയാണ്. അടിയുടെ എണ്ണം കൂടി ഞാൻ വല്ലം തട്ടിപ്പോയി കഴിഞ്ഞാ എന്തോ ചെയ്യും? അതും കൂടെ ആലോചിച്ചു. എന്റെ അണ്ണന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമില്ലാതെ ഇരിക്കുവോ? അങ്ങനെ വേണം അങ്ങോട്ട്. മുംതാസിന് ഷാജഹാൻ കെട്ടിക്കൊടുത്ത താജ്മഹൽ പോലെ എന്റെ അണ്ണന് ഞാൻ ഇവിടെ പണിയൊരു താജ്മഹൽ. ഈ ജമന്തി തോട്ടത്തിലാ? ആര് കാണാൻ? ആരെങ്കിലും ഒക്കെ കാണും. പടത്തിന്റെ രഹസ്യം പറയല്ലേ? അയ്യോ, കളിയ എന്ത് ഇങ്ങനെ ബാക്കിലോട്ട് നടക്കുന്നത്? ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ പറഞ്ഞ് ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പിറകിലോട്ട് നടന്ന ആ പൂന്തോട്ടം എത്തുന്നു. 1.5 കിലോമീറ്റർ ആയിട്ട് പിറകോട്ട് നടക്കുവാണ്. ഒരിടത്ത് തലയടിച്ച് വീഴുകയും ഫിക്സ് ചെയ്ത് എന്തോന്ന്? നിന്റെ അനിയൻ തന്നെ. എങ്ങനെ മനസ്സിലായെന്നല്ലേ? ഇതുപോലെ വെളുവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരുത്തൻ കേരളത്തിലുണ്ടാടേ. അളിയാ, അളിയനോ? സൂര്യവർദ്ധൻ. നേരം വെളുക്കണേന് ഈ കാട്ടിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ ഒപ്പിച്ചു തരൂടെ? ഇതൊക്കെ എന്തുവാ? ചൂര വറുത്തത്. എന്റെ പേര് പറഞ്ഞത് സൂര്യവർദ്ധൻ. സൂര്യവർത്തായി. എന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് ചിരി. എന്തോ ചിരിക്കുന്ന? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി പോയവളാണ്. ഇനി മേല ഒരക്ഷരം മിണ്ടിപ്പോരുത്. അതൊക്കെ വീടാളിയാ. രണ്ടും കൂടി വിളിച്ചു വരുന്നേക്കുന്ന വൈരാഗ്യം തീർക്കാൻ വേണ്ടിയല്ലേ? പണ്ട് ഇറങ്ങിപ്പോയത് അറിയാമടി. നീ വീട്ടിൽ നിന്ന് യവന്റെ കൂടെ ഇറങ്ങിപ്പോയി. നീ പോയതിനു ശേഷം കോമഡി എന്തോ കരച്ചിലായിരുന്നെന്ന് അറിയാമോ? അതെന്തറിയാ ഒരു ലോജിക്കില്ലാത്ത സംസാരം? കോമഡി എന്ന് പറഞ്ഞ ചിരിയല്ലേ, പിന്നെ എന്ത് കരച്ചിലെന്നൊക്കെ പറയണത്? അതല്ല, എന്റെ അമ്മ കോമഡിയാണെന്ന് എന്തോ കരച്ചിലായിരുന്നു. കോമഡി എന്നത് പക്ഷെ അതുപോലെ ഒന്നും അല്ലായിരുന്നു ഞങ്ങൾ അച്ഛൻ മുൻചുണ്ടിക്കാരനായിരുന്നു. ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ? എന്തിന്? എന്തോ സാധനം ഒന്ന് പറഞ്ഞു. ദേശക്കാരൻ. ഓക്കെ. എവള് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അച്ഛൻ ആ വിഷമത്തി വീട് തീയിട്ടറിയാമോ? ഭയങ്കരമായിട്ടുള്ള നഷ്ടം ഉണ്ടായി കാണൂല്ലേ? എവിടെ ഒരു നീലട്ടാർപ്പി 4 ചാക്കും കത്തി എന്തോ നഷ്ടം ഉണ്ടാവാം. അങ്ങനെ ജീവിച്ചാണ് അറിയാമോ? സത്യം പറഞ്ഞ അന്തസ്സും അഭിചാത്തന്നൂരുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടെ. അയ്യോ, അന്തസ്സും അതിന് മന്ത്രവാദവും കൂടി നമ്മുടെ കുടുംബത്തിൽ. അത് തന്നെ, അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നായിരുന്നു. അങ്ങനെയുള്ള എന്റെ പെങ്ങളെ നീ അടിച്ചോണ്ട് പോയി കളഞ്ഞല്ലടാ. നോക്കണില്ലേ? എന്തോന്ന് അന്തസ്സായിട്ട് നോക്കണത്? പണ്ട് നോക്കിയാണ് കാശ്മീർ ആപ്പിള് കണക്കിരുന്ന എന്റെ പെങ്ങളാണ് ഇപ്പൊ കണ്ട വവ്വാലടിച്ച പേരൊക്കെ കണക്കായി. അളിയാ, എന്തുവാ പറഞ്ഞു വരുമ്പോ ഞാൻ വവ്വാല്? പിന്നെ അല്ലേ? അന്നല്ല, പിന്നെ അല്ലേ? അടിയല്ലേ? അടിയടി അടികളിയായിരുന്നു. അവിടെ പോണായിരുന്നു. ആവശ്യമില്ലാതെ വഴി പോന്ന പെങ്ങളെ അടിച്ചോണ്ട് പോയിട്ട് അടിക്കാനുള്ള പ്രചോദനം ഉണ്ടാക്ക്. ടെൻഡൻസി ഉണ്ടാക്കി അടിക്കാനുള്ള. ഇങ്ങനെ നിന്ന് അടിക്കൂലോ. കുളത്തിന്റെ കാര്യം പറയല്ലേ? ഈ പൂവൊക്കെ എങ്ങനെ പൂക്കോ? എടാ, ഞാൻ പറയണൊന്ന് കേക്ക്. പൂവും കായും ഒക്കെ പിന്നെ നോക്കാം. ഇങ്ങനെ എന്റെ ചെവിയിൽ വന്നിട്ട് പറയുവോ? എന്തു പറഞ്ഞേ? നീ ഇട്ടോണ്ട് വന്ന ഷർട്ടും മുണ്ടും നീ മോട്ടിച്ചതാണെന്ന്. പറഞ്ഞു കള്ളനാണല്ലേ? സത്യമാണ്, സത്യമാണ്. എന്റെ കൂട്ടുകാരനെ ഇന്ന് മോട്ടിച്ചാണ്. അതിനെന്താണ് തെറ്റ്? അതിനൊരു തെറ്റുമില്ല. ആളെയും പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ, അത് മാത്രമല്ലടാ, നീ ജോലിക്ക് പോകാത്ത കുഴിമണിയനാണെന്ന് പറഞ്ഞു. സത്യമല്ലേ?
അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, ഇതിനെന്തിന് ഞാൻ തല്ലണം? പെണ്ണ് പിടിയനാണെന്ന് പറയടി, പെണ്ണ് പിടിയൻ. എടാ നീ പെണ്ണ് പിടിയനാണെന്ന് പറഞ്ഞോ? ആഹാ. പലർക്കും നാട്ടിൽ അറിഞ്ഞൂടാ, ഇത് അളിയ എങ്ങനെ അറിഞ്ഞു? ഒന്ന് രണ്ടു പേർക്ക് അറിയാം ഈ സംഭവം. കുഴപ്പമില്ല, അത് സത്യമായിട്ടുള്ള കാര്യമില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? അടിയളിയാ രണ്ടടി. രണ്ടടി അടി. ആരെ രണ്ടടി അടിക്കാൻ? വെറുതെ വന്നേ. ഞാൻ ഒരു കാര്യം എന്തുവാ? ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടാടാ. നീ അന്ന് 1-ാം തീയതി 2 പെഗ് അച്ഛൻ്റെ മോട്ടിച്ച് മേടിച്ചു വെച്ചത് ഓർമ്മയുണ്ട? ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? എന്തോ പൂച്ചാട്ടി കളഞ്ഞെന്ന്. അല്ലടാ, എന്നെ അന്ന് കാണാൻ വന്നപ്പോഴേ ഞാൻ ആ പെഗ് ഇങ്ങേർക്കാ ഒഴിച്ചു കൊടുത്തേ. ദൈവമേ, 1-ാം തീയതി ചാരായം കിട്ടാത്തതിന്റെ വിഷമം ഒരു കുടിയനെ അറിയൂ. എന്റെ പെഗ് നീ പണം വേണോ? കൊള്ളു മനുഷ്യ അങ്ങോട്ട്. അടുത്ത റൗണ്ട് അടിക്കുമ്പോ ഇപ്പുറത്ത് അടിക്കാൻ പറയണേ. നിങ്ങൾ സൈഡ് തിരിഞ്ഞു കൊടുത്താൽ മതി. സൈഡ് മൊത്തം പൊട്ടി. നമുക്ക് എങ്ങനെയെങ്കിലും പൈസ നിറഞ്ഞു തുളുമ്പണ്. മറ്റേ ബാഗിനകത്തോട്ട് മാറ്റിക്കൊള്ളാൻ അറിയണത്. ഞാൻ പോണ്. രണ്ടടി അടിച്ചിട്ട് പോടാ നാണല്ലോ. എനിക്ക് അടിക്കാനൊന്നും വയ്യ. ഞാന് സത്യം പറയല്ലേ, എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. നീ പിന്നെ എനിക്ക് മറ്റേ തരാമെന്ന് ഫോണിൽ കൂടെ പറഞ്ഞോണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ വന്നത്. കുടത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞു? ഞാൻ എന്തോന്ന് പറഞ്ഞാ നിന്നോട്? നീ ഫോണിൽ വിളിച്ചോ പറഞ്ഞില്ല ഇവിടെ വന്ന് നിനക്ക് ആപ്പിൾ ജ്യൂസ് തരാന്ന്. അയ്യോ എന്റെ കിഴങ്ങേ, ഹാപ്പി ന്യൂസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതില്ലേ? ഇല്ല. വീട്ടിൽ പട്ടിണി ആയതുകൊണ്ടാണ് ആപ്പിൾ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു. ഇവിടെ ആപ്പിൾ ജ്യൂസ് ഇല്ല. അടി അടി. ആപ്പിൾ ജ്യൂസ് തരാത്തതിനെ അളിയനെ അടിച്ചു. അടി. ചുമ്മാ ഞാൻ പോണ്. എടാ ആണാണെങ്കിൽ അടിയടാ, ആണാണെങ്കിൽ. കാണണോ? എന്താടാ ആധാർ കാർഡ് കൊണ്ടാ. ഈ ആധാർ കാർഡ് കൊണ്ട് ആണാണോ പെണ്ണാണോ എന്ന് ദാണ്ടെ. പോരാത്തതിന് എന്റെ അച്ഛന്റെ പേരുണ്ട്. ദാണ്ട് ഇട്ടിച്ചൻ കയറ്റി. ആരിടിച്ച് കയറ്റിയത്? ഇടിച്ചു കയറ്റിയെന്നോ? എന്റെ അച്ഛന്റെ പേര് ഇട്ടിച്ചൻ കയറ്റിയാണ്ട്. അതുകൊണ്ട് അളിയ രണ്ടടി അടിച്ചിട്ട് പോളിയാ. എനിക്ക് താല്പര്യം. ഞാൻ പോണേ. ഇനി അളിയൻ തിരിച്ചു പറഞ്ഞ ഒറ്റ വഴിയുള്ളൂ. കുടത്തിന്റെ ഉള്ള സത്യാവസ്ഥ പറ. കമ്മീഷൻ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് വിളിച്ചോണ്ടോ. ഓടിപ്പോയി കുടത്തിന്റെ കാര്യം പറയണി. കോടി ശരിയാവണ്ടേ നോക്കിക്കൊണ്ടിരിക്കാതെ. അമ്മൂ, പണം വന്ന് കേറണ വരവ് കോടികളുണ്ടാക്കും. രായണ്ണ എന്താടാ? എവിടെ പോണെന്ന? പണിക്ക് വെറുതെ ഇരിക്കണേ വന്ന് രണ്ടടി അടിച്ചിട്ട് പോണ. നിനക്ക് എന്താടാ? നിനക്ക് അവൻ പോയി. ഇത് പറയണ്ട. എവിടുന്നുള്ള മനുഷ്യന്മാരുടെ നടന്നത്? എന്ത് നിങ്ങൾക്ക് അടിയോടോന്നല്ലേ പറഞ്ഞത്? ആരടി അടിച്ചിട്ട് പോയത്? കുടത്തിന്റെ കേസ് പറഞ്ഞ അനിയൻ അടിച്ചിട്ട് ഓടിയതാ. എവിടെ എവിടാവൻ? ഓ ഇത് വേണ്ടത് എവിടാവൻ? അയ്യാ ആയിക്കൊണ്ട് നിക്കാ, തുറന്ന് നോക്കണ്ട അങ്ങോട്ട്. അയ്യാ ഇങ്ങനെ അടിക്കരുതായിരുന്നു കേട്ടോ. അടിച്ച് എനിക്ക് എന്റെ ഈ കിതപ്പ് നാണവും മാനവും ഇല്ലാതെ ഇതാദ്യം അടി കൊണ്ടിരിക്കണം. ഇത്രേ ഉണ്ട് ഉയിര്, അത്രേ ഉള്ളു. ബാക്കി രണ്ടടിയും കൂടെ അടി. രണ്ടടിയും കൂടെ അടിച്ചിട്ട് പോളിയാ. തരം അളിയെന്നുള്ള തരും. പിടിച്ചു വാങ്ങിക്കാൻ പറ്റൂല. 3 കോടി കിട്ടുവാണെങ്കിൽ 1 കോടി എനിക്ക് തരണേ, ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടി. തരണേ. പിണക്കമൊക്കെ മാറി എനിക്ക്. അളിയാ രണ്ടടി അടി അളിയാ. ചെയ്യാൻ വയ്യ, രണ്ടടി അടിച്ചിട്ട് പോ. എനിക്ക് വയ്യ. 2 കൈയും പോയി. നിർത്തി അടിക്കണേ. ഞാൻ ഒരെണ്ണം കൂടെ തരാം. ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും എനിക്ക് വയ്യ. ഇപ്പൊ എല്ലാരും പണിയും കഴിഞ്ഞ് ബൈക്കിൽ ഇങ്ങനെ പോണ സമയമാണ്. അതുകൊണ്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞു കൊടുക്കും 2 ബൈക്കുകാരന്മാരെ. ഒരുത്തം 10 വെച്ചാൽ 2 അവന്മാർ അടിക്കും. എത്ര ലക്ഷം രൂപ കിട്ടും? 2 ലക്ഷം രൂപ കൊടുത്ത് 2 ലക്ഷം രൂപ കിട്ടുവോ? നല്ല ആരോഗ്യമുള്ളവന്മാരെ നോക്കി വിളിക്കാൻ. ഇതാണ്ട് നോക്കണം. ദൈവമേ, കല്ല് നിങ്ങൾ ഇടികൊള്ളാൻ തയ്യാറായിട്ട് കിടക്കുന്നില്ല. വന്ന് ചോദിക്കാൻ ആരെറിഞ്ഞെന്ന് വന്ന് പറഞ്ഞേക്കണം. ഞാൻ എറിഞ്ഞെന്ന് പറയും. ആ ബൈക്ക് 2 റോഡ് അടിക്കാൻ റെഡി ആയിക്കാണ് ഞാൻ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്ത് എറിഞ്ഞില്ലേ? ബൈക്കുകാരെയാണ് എറിഞ്ഞത്. എറി മാറിപ്പോയി. ഒരു ടൂറിസ്റ്റ് ബസ്സിനാണ് കൊണ്ടത്. 54 സീറ്റുള്ള ടൂറിസ്റ്റ് ബസ്സില് 54 പേരല്ലേ ഉള്ളൂ. കിളിയും ഡ്രൈവറും ഉൾപ്പെടെ 56 പേര് വരുന്നുണ്ട്. ദൈവമേ, ഒരാള് 10 അടി വെച്ച് അളിയ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഉയിര് പോകൂലേ അളിയ? പിന്നെ ഉയിര് പോകൂലേ? ഇതാണ് അളിയ പറയണേ. പൈസ വരുമ്പോ ഓരോരുത്തരും ആളുമാറും ഇതുപോലെ വാങ്ങിച്ചു കൂട്ടും. അന്നളിയ എനിക്കിപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. എന്നും അധികമായാൽ അമൃതം വിഷമാണല്ലോ അല്ലേ? നമുക്ക് എന്താ വേണം കിട്ടണത് കൊണ്ട് ഓടിക്കോ.